നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് നിങ്ങൾക്കായാണോ അതോ നാട്ടുകാർക്ക് വേണ്ടിയാണോ? നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ എത്രയെണ്ണം പൂർണ്ണമായും നമ്മുടേതാണ്? നമ്മൾ പഠിക്കാൻ തിരഞ്ഞെടുത്ത വിഷയം, നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ വസ്ത്രം, ഇതിലൊക്കെ നാട്ടുകാർ എന്തു പറയുമെന്ന ചോദ്യം എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? മിക്കവാറും ആളുകൾ ഒരു അദൃശ്യമായ ജയിലിനുള്ളിലാണ് ജീവിക്കുന്നത്. ആ ജയിലിന്റെ മതിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൊണ്ടാണ്. ഈ പേടി കാരണം സ്വന്തം കഴിവുകൾ പുറത്തെടുക്കാത്ത, ആഗ്രഹിച്ച വഴിയിലൂടെ നടക്കാത്ത ലക്ഷക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ മാനസികമായ ചങ്ങലകൾ എങ്ങനെ പൊട്ടിച്ചെറിയാമെന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും എങ്ങനെ തിരികെ വാങ്ങാം എന്നതിനെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പേടിക്കുന്നത്? സത്യത്തിൽ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സ് നമ്മളെ ഒരു ചതിക്കുഴിയിൽ വീഴ്ത്തുകയാണ്. മനഃശാസ്ത്രപരമായി ഇതിനെ എക്സ്റ്റേണൽ വാലിഡേഷൻ എന്ന് വിളിക്കുന്നു. അതായത് നമ്മുടെ സന്തോഷത്തിന്റെ സ്വിച്ച് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുന്ന അവസ്ഥ. ഇതിന്റെ പ്രധാന കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 1. കുട്ടിക്കാലത്തെ കണ്ടീഷനിങ്, ദ ഗുഡ് ചൈൽഡ് ട്രാപ്പ്. നമ്മൾ വളർന്നു വന്ന സാഹചര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. നല്ല കുട്ടിയൊന്ന് വിളിപ്പിക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ചവരാണ് നമ്മളിൽ പലരും. അയൽവാസി കാണുന്നുണ്ട്, മിണ്ടാതിരിക്കൂ, മറ്റുള്ളവർ കണ്ടാൽ എന്തു വിചാരിക്കും, ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടാണ് നമ്മൾ വളർന്നത്. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പെരുമാറിയാൽ മാത്രം അംഗീകാരം കിട്ടുന്ന ഒരു രീതി. അവിടെ തുടങ്ങുന്നു നമ്മുടെ പേടി. സ്വന്തം ആഗ്രഹങ്ങളെക്കാൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകാൻ നമ്മൾ അറിയാതെ പഠിച്ചുപോയി. 2. അതിജീവനത്തിനായുള്ള മുൻകരുതൽ, സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ്. നമ്മുടെ പൂർവികർ കാടുകളിൽ ജീവിച്ചിരുന്ന കാലത്ത് ഒറ്റപ്പെടുക എന്നാൽ മരണം എന്നായിരുന്നു അർത്ഥം. അന്ന് ഗോത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെടാതിരിക്കാൻ എല്ലാവരെയും പ്രീണിപ്പിക്കേണ്ടത് ഒരാവശ്യമായിരുന്നു. കാലം മാറി, നമ്മൾ ആധുനിക മനുഷ്യരായി. പക്ഷേ നമ്മുടെ തലച്ചോറിൽ ഇന്നും ആ പഴയ പേടി ബാക്കിയുണ്ട്. എല്ലാവരും എന്നെ ഉപേക്ഷിക്കുമോ എന്ന പേടി. അതുകൊണ്ടാണ് ആരെങ്കിലും ഒന്ന് മുഖം കറുപ്പിച്ചാൽ നമ്മൾ പെട്ടെന്ന് തളർന്നു പോകുന്നത്. 3. ആത്മവിശ്വാസക്കുറവും തെറ്റായ ധാരണകളും. നമ്മുടെ മൂല്യം നിശ്ചയിക്കുന്നത് മറ്റുള്ളവരുടെ വാക്കുകളാണെന്ന് നമ്മൾ തെറ്റായി ചിന്തിക്കുന്നു. ഒരാൾ വന്ന് നിങ്ങളെ മോശക്കാരൻ എന്ന് വിളിച്ചാൽ ഉടൻ നിങ്ങളത് വിശ്വസിക്കുന്നു. ഓർക്കുക, ഒരാൾ നിങ്ങളുടെ മേൽ ചാർത്തുന്ന ലേബലുകൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവമല്ല, അത് അവരുടെ കാഴ്ചപ്പാട് മാത്രമാണ്. 4. സോഷ്യൽ മീഡിയ നൽകുന്ന സമ്മർദ്ദം. ഇന്നത്തെ കാലത്ത് ലൈക്കുകളും കമന്റുകളും നോക്കിയാണ് നമ്മൾ നമ്മുടെ ഓരോ ദിവസത്തെയും വിലയിരുത്തുന്നത്. ആരെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടാൽ ആ ദിവസം തന്നെ നശിച്ചുപോയി എന്ന് കരുതുന്നവരുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് സ്ക്രീനിലെ നോട്ടിഫിക്കേഷനുകളല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പഴയ കഥയുണ്ട്. പക്ഷെ അതിന്റെ ക്ലൈമാക്സ് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ആ കഥ ഇന്ന് നമ്മുടെ ജീവിതവുമായി ഒന്ന് ചേർത്ത് വായിച്ചു നോക്കാം. ഒരച്ഛനും മകനും അവരുടെ കഴുതയുമായി ചന്തയിലേക്ക് നടക്കുകയാണ്. അവരുടെ ലക്ഷ്യം ആ കഴുതയെ വിൽക്കുക എന്നതാണ്. ആദ്യം അച്ഛനും മകനും നടന്നു. കഴുത അവരുടെ പിന്നാലെ വരികയായിരുന്നു. വഴിയിൽ ചിലർ അവരെ കണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, എന്തൊരു മണ്ടന്മാർ, കഴുത ഉണ്ടെങ്കിലും അതിനെ മുകളിൽ കയറാതെ വെറുതെ നടന്നു പോകുന്നത്. ഇത് കേട്ടപ്പോൾ അവർക്ക് നാണക്കേടായി. അതിനാൽ മകൻ കഴുതപ്പുറത്ത് കയറി അച്ഛൻ നടന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ മറ്റൊരു കൂട്ടം ആളുകൾ പറഞ്ഞു, എന്തൊരു ലോകമാണ്, വയസ്സായ അച്ഛൻ കഷ്ടപ്പെട്ട് നടക്കുന്നു, മകൻ സുഖമായി കഴുതപ്പുറത്തിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ മകൻ താഴെ ഇറങ്ങി. പിന്നെ അച്ഛൻ കഴുതപ്പുറത്ത് കയറി, മകൻ നടന്നു. അവർ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ മറ്റൊരു കൂട്ടം ആളുകൾ പറഞ്ഞു, സ്വാർത്ഥനായ അച്ഛനെ നോക്കൂ, പാവം കുഞ്ഞ് നടന്ന് തളർന്നു വരുമ്പോൾ അയാൾ മാത്രം കഴുതപ്പുറത്തിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അച്ഛൻ കുറ്റബോധമായി. അതിനാൽ അച്ഛൻ മകനെയും കഴുതപ്പുറത്ത് കയറ്റി. ഇപ്പോൾ അച്ഛനും മകനും രണ്ടുപേരും കൂടി കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്തു. അത് കണ്ട മറ്റൊരു കൂട്ടം ആളുകൾ പറഞ്ഞു, ആ പാവം കഴുതയെ നോക്കൂ, രണ്ടുപേരും കൂടി കയറി അതിനെ കഷ്ടപ്പെടുത്തുകയാണ്, എന്തു ക്രൂരത. ഇത് കേട്ടപ്പോൾ അച്ഛനും മകനും വീണ്ടും ആശയക്കുഴപ്പത്തിലായി. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ അവർ ഒരു വിചിത്രമായ തീരുമാനമെടുത്തു. കഴുതയുടെ 4 കാലുകളും ഒരു മരത്തടിയിൽ കെട്ടി അതിനെ തലകീഴായി ചുമലിലേറ്റി നടക്കാൻ തുടങ്ങി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു കഴുതയെ ചുമലിലേറ്റി നടക്കുന്ന 2 മനുഷ്യർ. അവർ ഒരു പാലം കടക്കുന്നതിനിടെ കഴുത പേടിച്ചു കുതറി. അച്ഛന്റെയും മകന്റെയും കയ്യിൽ നിന്ന് അത് വഴുതി പുഴയിലേക്ക് വീണു. കാലുകൾ കെട്ടിയിരുന്നതിനാൽ ആ പാവമൃഗത്തിന് നീന്താൻ കഴിഞ്ഞില്ല. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അത് പുഴയിൽ മുങ്ങി മരിച്ചു. ഈ കഥയിൽ ആ കഴുത സത്യത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും സന്തോഷവുമാണ്. നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴുതയെ ചുമലിലേറ്റുകയാണ്. ഒടുവിൽ നാട്ടുകാർ എന്തു പറയുമെന്ന പേടിയിൽ
നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യമായ സ്വന്തം വ്യക്തിത്വവും സമാധാനവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. ലോകം എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും. അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒടുവിൽ നിങ്ങളുടെ കയ്യിൽ ഒന്നും ബാക്കിയുണ്ടാവില്ല. ഈ പേടി മാറ്റാൻ കഠിനമെങ്കിലും സത്യമായ 5 കാര്യങ്ങൾ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് നിങ്ങളുടെ ചിന്താഗതിയെ അടിമുടി മാറ്റും. 1. സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റ്. നിങ്ങൾ ലോകത്തിൻ്റെ കേന്ദ്രമല്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ എവിടെ പോയാലും എല്ലാവരും നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. സത്യം പറയട്ടെ, ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലെ യുദ്ധങ്ങളിലാണ്. നിങ്ങൾ ഒരബദ്ധം കാണിച്ചാൽ ആളുകൾ അത് 5 മിനിറ്റ് സംസാരിക്കും. 6ാമത്തെ മിനിറ്റിൽ അവർ സ്വന്തം കാര്യം ആലോചിച്ച് ആകുലതപ്പെട്ട് അവരുടെ കാര്യങ്ങളിലേക്ക് മടങ്ങും. ആളുകളുടെ ഈ 5 മിനിറ്റ് നേരത്തെ വിനോദത്തിനു വേണ്ടി നിങ്ങളുടെ 24 മണിക്കൂറും സമാധാനവും ബലി കൊടുക്കുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണ്. നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. 2. വിമർശനം സൗജന്യമാണ്, അതൊരു സർട്ടിഫിക്കറ്റ് അല്ല. ഒന്നും ചെയ്യാത്തവരെ ആരും വിമർശിക്കില്ല. നിങ്ങൾ എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് ആളുകൾ കല്ലെറിയുന്നത്. കാരണം അവർക്ക് ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾ ചെയ്യുന്നു എന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മഹത്തുക്കളെ പോലും കുറ്റം പറഞ്ഞവരുണ്ട്. വിമർശനം എന്നത് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നതിൻ്റെ തെളിവ് മാത്രമാണ്. അത് നിങ്ങളുടെ സ്വഭാവത്തിനുള്ള സർട്ടിഫിക്കറ്റ് അല്ല. വിമർശനങ്ങൾ കേൾക്കുന്നുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. 3. നിങ്ങളുടെ ജീവിതം അവരുടെ ബാധ്യതയല്ല. നാളെ നിങ്ങൾക്ക് ഒരു സാമ്പത്തിക തകർച്ച വന്നാൽ, അല്ലെങ്കിൽ ഒരു വലിയ മാനസിക വിഷമം വന്നാൽ, ഇന്ന് നിങ്ങളെ ഉപദേശിക്കുന്നവരും കുറ്റം പറയുന്നവരും ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അരിയെത്തിക്കുമോ? ഇല്ല. നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കാനും നിങ്ങളുടെ ബില്ലുകൾ അടയ്ക്കാനും നിങ്ങൾ മാത്രമേ കാണൂ. നിങ്ങളുടെ ജീവിതം തകരുമ്പോൾ കൂടെ നിൽക്കാത്തവർക്ക് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ അഭിപ്രായം പറയാൻ എന്ത് അവകാശമാണുള്ളത്? ഉത്തരവാദിത്തം നിങ്ങളുടെ മാത്രമാകുമ്പോൾ തീരുമാനങ്ങളും നിങ്ങളുടെ മാത്രമായിരിക്കണം. 4. ദൈവത്തിനു പോലും ഈ ലോകത്തെ മുഴുവൻ ആളുകളെയും ഒരേപോലെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. പിന്നെയാണോ ഒരു സാധാരണ മനുഷ്യനായ നിങ്ങൾക്ക്? നിങ്ങൾ നല്ലത് ചെയ്താലും ചീത്ത പറഞ്ഞാലും അതിൽ കുറ്റം കണ്ടെത്താൻ കുറച്ചുപേർ എന്നും കാണും. അതുകൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു വലിയ കെണിയാണ്. ആ കെണിയിൽ വീണാൽ സ്വന്തം വ്യക്തിത്വം എന്നേക്കുമായി നിങ്ങൾ നഷ്ടപ്പെടുത്തും. 5. മരണം എന്ന വലിയ യാഥാർത്ഥ്യം. ജീവിതത്തിന്റെ അവസാന നിമിഷം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അന്ന് നിങ്ങൾ സങ്കടപ്പെടുന്നത് നാട്ടുകാർ എന്തു വിചാരിക്കും എന്ന് പേടിച്ച് നിങ്ങൾ ചെയ്യാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തായിരിക്കും. അന്ന് എനിക്ക് ആ ബിസിനസ് തുടങ്ങാമായിരുന്നു, അന്ന് എനിക്ക് അവളോട് ഇഷ്ടമാണെന്ന് പറയാമായിരുന്നു. മരിക്കാൻ കിടക്കുമ്പോൾ അവിടെ നാട്ടുകാരുണ്ടാകില്ല, നിങ്ങൾ മാത്രമായിരിക്കും. ആ ദിവസം ഉണ്ടാകാൻ പോകുന്ന വലിയൊരു പശ്ചാത്താപം ഒഴിവാക്കാൻ ഇന്ന് തന്നെ ജീവിച്ചു തുടങ്ങൂ. ഈ പേടി ഒരു ദിവസം കൊണ്ട് മാറുന്ന ഒന്നല്ല. വർഷങ്ങളായി നമ്മൾ കൊണ്ടു നടന്ന ഈ ശീലത്തെ മാറ്റാൻ ബോധപൂർവമായ ചില പരിശ്രമങ്ങൾ ആവശ്യമാണ്. അതിനായി നിങ്ങൾക്ക് ചെയ്യാവുന്ന 4 കാര്യങ്ങൾ ഇവയാണ്. 1. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. നമ്മൾ പെട്ടെന്ന് ഒരു വലിയ മാറ്റത്തിന് മുതിരരുത്. ഇന്നു മുതൽ നിങ്ങളുടെ ഇഷ്ടത്തിന് മുൻഗണന നൽകി തുടങ്ങുക. ഉദാഹരണത്തിന്, എല്ലാവരും പോകുന്ന ഒരു സിനിമയ്ക്ക് പോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, എല്ലാവരും പോകുന്നുണ്ടല്ലോ, ഞാൻ പോയില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്ന് കരുതി പോകരുത്. അവിടെ മാന്യമായി നോ പറയാൻ ശീലിക്കുക. നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ, ഭക്ഷണ രീതിയിലൊക്കെ മറ്റുള്ളവരുടെ കമൻറ്റുകൾ നോക്കാതെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയത് തിരഞ്ഞെടുക്കുക. ഈ ചെറിയ വിജയങ്ങൾ നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകും. 2. നോ പറയാൻ പഠിക്കുക. പലരും ഒരു പീപ്പിൾ പ്ലീസർ ആകുന്നത് മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ്. മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ സമാധാനം കളയുന്നത് സ്വയം ചെയ്യുന്ന ചതിയാണ്. നിങ്ങൾ നോ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ അഹങ്കാരമല്ല, മറിച്ച് നിങ്ങളുടെ അതിരുകളാണ്. ഓർത്തിരിക്കുക, നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നവർ നിങ്ങളുടെ നോ എന്ന വാക്കിനെയും ബഹുമാനിക്കും. നിങ്ങളെ ചൂഷണം ചെയ്യുന്നവർ മാത്രമേ അതിൽ പരിഭവിക്കൂ. 3. വിമർശനങ്ങളെ ഫിൽറ്റർ ചെയ്യുക. നമ്മുടെ ചെവി ഒരു ചവറ്റുകുട്ടയല്ല ആർക്കും എന്തും വന്നിടാൻ. നിങ്ങളെ വിമർശിക്കുന്ന വ്യക്തി ആരാണെന്ന് നോക്കുക. നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്നവർ നൽകുന്ന കൺസ്ട്രക്റ്റീവായ വിമർശനങ്ങൾ സ്വീകരിക്കുക. എന്നാൽ വെറുതെ കുറ്റം പറയാൻ വേണ്ടി പറയുന്നവരുടെ വാക്കുകളെ ഒരു സംഗീതം പോലെ കേട്ട് വിട്ടുകളയുക. അവർ നിങ്ങളെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവരെക്കാൾ ഒരുപടി മുന്നിലാണ് എന്നാണ്. നിങ്ങൾ വളരുമ്പോൾ മാത്രമേ കാറ്റ് നിങ്ങളുടെ നേരെ വീശുകയുള്ളൂ. 4. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട്
പാതി വഴിയിൽ ഉപേക്ഷിച്ച എത്ര സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ട്? ഒരു പുതിയ ബിസിനസ് തുടങ്ങാനോ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനോ, അല്ലെങ്കിൽ ഒരു പുതിയ കല പഠിക്കാനോ ഉള്ള ആഗ്രഹം ആളുകൾ ചിരിക്കുമെന്ന് പേടിച്ച് മാറ്റിവെച്ചിട്ടുണ്ടോ? എങ്കിൽ ഓർക്കുക, നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഇതേ ആളുകൾ തന്നെ വന്നു പറയും, എനിക്കറിയാമായിരുന്നു നീ ജയിക്കുമെന്ന്. അതുകൊണ്ട് പരാജയത്തെ പേടിക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിലെ വെറും ഒരു കഥാപാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ നായകനും നായികയുമാണ്. അതുകൊണ്ട് സ്ക്രിപ്റ്റ് മറ്റാരെയും കൊണ്ട് എഴുതിപ്പിക്കരുത്. സ്വന്തം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ധൈര്യം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ പേടിച്ച് നിങ്ങൾ വേണ്ടെന്ന് വെച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വിഷയത്തിൽ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.